അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സേമിയ വെച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. സേമിയയും മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് സേമിയയാണ്. ഇത് വറുക്കാത്ത സേമിയയാണ്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അത് ചെയ്യാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയയുടെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകണം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. മാക്സിമം 3 മിനിറ്റ് വേവിച്ചാൽ മതി, വേവിക്കരുത്. ഇപ്പോൾ അത് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റാം. അത് നമ്മുടെ സേമിയ ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും തക്കാളിയും ഞാൻ പൊടിയായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. ചോപ്പറില്ലെങ്കിൽ കത്തി കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറാകണം. അതുവരെ വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയും കളർ ചെറുതായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ഗോൾഡൻ കളറാകണം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. അപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 2 ടേബിൾ സ്പൂൺ പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതുങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് വെന്തോട്ടെ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മുട്ടയും വെന്തിട്ടുണ്ട്. ഇനി മസാലയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചില്ലേ സേമിയ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സേമിയയും മസാലയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരു 2-3 നിമിഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.